ഹലോ ബ്രാവോ ബ്രാവോ ഒരു 200 കോടി സ്പോൺസർ ചെയ്തു. സൂര്യ ബാഗിന്റെ അകത്ത് ബിസ്ക്കറ്റ് ഉണ്ടാ? അപ്പാക്ക് വിശക്കണം. എവിടെ പുള്ള മോനെ? അപ്പ അവരുടെ അക്കൗണ്ടിലോട്ട് ഒരു 30 സി ഇരട്ടെ പെട്ടെന്ന്. എന്റെ വണ്ടി തന്നെ വേണ്ടി വന്നു. ഏത് വണ്ടി? എനിക്കൊരുത്തന്റെയും വണ്ടിയുടെ ആവശ്യമൊന്നുമില്ല, മനസ്സിലായില്ലേ? ഞാൻ അല്ലാതെ എണീറ്റാണ്. അവിടെ കിടന്നല്ലോ, അവിടെ റോഡില് ആര് കിടന്ന്? എന്തിയാ മറ്റവൻ? നിന്റെ കാര്യം പറയട്ടെ. നിനക്കെന്നെ വേണ്ടാത്ത സ്ഥിതിക്ക് ഞാനൊരു ഡേറ്റിങ്ങിന് പോവാ ഇന്ന്. അപ്പൊ അത് പറഞ്ഞേക്കാന്ന് കരുതി. അത് തീരുമാനിച്ചിട്ടില്ല. നിക്കണില്ലേ ഫ്രണ്ടിന്റെ അടുത്ത്? അതാണ് തെളിവ്. അപ്പൊ അത് ഉള്ളതല്ലേ? ഏത് എങ്ങ സ്നേഹം കാണിക്കല്ലേടാ അധികം നീ കൊള്ളാ. വന്നില്ല, എന്തിയവൻ? கர்மா பத்தியாப்பா உன்னை வந்து ஏதோ பொண்ணு கிட்ட சம்சாரிக்கும் போது அம்மாக்கு துரோகம் செய்யறேன்னு அதுக்கு அந்த பொண்ணு இல்லாத நீ எப்படி செத்து போய் பத்தியா? பார்த்தேன். குட்டி பேரெந்தா சவுண்ட் வருது. குட்டி സൂര്യ ബാഗിന്റെ അകത്ത് ബിസ്ക്കറ്റ് ഉണ്ടാ? അപ്പാക്ക് വിശക്കണം. ബിസ്ക്കറ്റ് ആരെന്നാലും മതി. കിട്ടി രാമൻ. ഓ കെവിന്റെ അനിയൻ. കെവിൻ പക്ഷെ ടിവിയിലല്ലേ ഇപ്പൊ? കെവിൻ കേറോ ഹലോ അതെ നിങ്ങള് 70 കസ്റ്റമേഴ്സ് ആണോ? പണ്ട് നിങ്ങളൊരു വണ്ടി നിങ്ങളുടെ 2 വണ്ടി വാങ്ങിയിട്ടേ. ഇല്ല മാർപ്പ് നിങ്ങൾ കസ്റ്റം ചെയ്യണോ അതോ ഡീലർഷിപ്പ് ആണോ? പറഞ്ഞോ മറ്റല്ല ഡീലർഷിപ്പ് അല്ല. പിന്നില്ലേ എനിക്ക് ബ്ലാക്ക് വല്ലതും വേണം ആവശ്യമുണ്ട്. എത്രയുണ്ട്? ബ്ലാക്ക് ഒരു 35 CR ഉണ്ട്. എത്രയായിട്ട് എടുക്കും? അത് എത്രയിനാ ചന്ദ്രന് എത്രയിനാ എടുക്കണേ? 35 ബ്ലാക്ക് 3.5 വരാൻ പറ്റും. 3.5. ഞാനിപ്പോ കൊറേ ഡീൽ ചെയ്തിട്ട്. ഒരു സെക്കൻഡ്, എന്റെ മോനുണ്ട് ചോദിച്ചിട്ട് പറയട്ടെ. എടാ ഈ ബ്ലാക്ക് മണിയെ 1.35 നല്ല ലാഭമാണോ? அப்புறம் இப்போ பிளாக் மணி வந்து எവിടെ போனாலும் கிட்டும். ஸ்கூபா டைவ் இருக்குல்ல, அதுல நிறைய மணி கிட்டுது. பிளாக் மணில எக்ஸ்சேஞ்சே செய்யாத. അല്ല ബ്ലാക്ക് മണി ഇങ്ങോട്ട് വാങ്ങിക്കേ. நீ வாங்க போறியா? மேடிக்கு போறியா? 1.2 னா சூப்பர்ப்பா, ரொம்ப குறைவு. 1.3 ஓகே சூப்பர். 3:2 தான் ரொம்ப அதிகம். 1.3 ஓகே தான். എല്ലാം അറിയാം. ഒരു 1.2 സെറ്റ് ആക്കാൻ പറ്റുമോ? അയ്യോ എന്നാ നമ്മളിപ്പോ എടുക്കാം. നമുക്ക് നഷ്ടമായിരിക്കും. നമ്മ ഒരു 18 മണിക്കൂർ വെള്ളത്തിൽ കിടന്നിട്ട് തപ്പിട്ട് കണ്ടുപിടിച്ചതാ. ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യം ചോദിച്ചത്, ഞാൻ കില്ലുയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്നേരം വിളിക്കാന്ന് പറഞ്ഞു. പിന്നെ അത് ചില അപ്പൊ നിങ്ങളുടെ അടുത്തും പിന്നെ അത് കഴിഞ്ഞിട്ട് കേവിയുടെ അടുത്ത് ചോദിച്ചത്. ചോദിച്ചത് വെയിറ്റ് എന്ന് പറയുമ്പോ ഒരു 35 എന്ന് പറയുമ്പോഴത്തേക്കും 40 60 105 കോടിയല്ലേ? 105 വെയിറ്റ്. അതെ 105 വെയിറ്റ്. ഒരു സെക്കൻഡ് വെയിറ്റ്. ഞാൻ പറയട്ടെ, ഇത് ഡെയിലി തരാനാണെങ്കിൽ നിങ്ങളൊരു അതായത് ഡെയിലി അല്ല, നമുക്കൊരു ഒരാഴ്ച ടൈം തന്നു കഴിഞ്ഞാൽ നമ്മ ഇതുപോലെ തന്നെ നിങ്ങക്ക് തന്നെ തന്നോണ്ടിരിക്കും. ഞാൻ ചോദിക്കട്ടെ,
അളിയ ചന്ദ്ര എവിടെ പുള്ള എവിടെ പുള്ള ഓ എവിടെ പുള്ള ആ മോനെ അപ്പൊ അവരുടെ അക്കൗണ്ടിലോട്ട് ഒരു 30 CR ഇട്ടേ പെട്ടെന്ന് റൗണ്ട് ചെയ്ത് തരാം. നോർമലി നമ്മൾ തന്തമാരല്ലേ പിള്ളേർക്ക് പൈസ കൊടുക്കലിന് മണിയില്ലേ ട്രാൻസ്ഫർ ചെയ്യറിയാ മണിയില്ലേടാ അതിന്റെ ഇല്ലമ്മ സത്യമാ ഇല്ല എടാ സൂര്യ എന്താ റാമിനെ വിളിച്ചു വെക്കാൻ പറയടാ മണി. இல்ல அப்பாக்கு ராமரை கழிச்சு விட்டாரு ராமனே என்கிட்ட வந்து பறஞ்ச 1:3 റേഷ്യോ 35 CR ബ്ലാക്ക് എത്ര വരും 1.3 വെച്ച് നോക്കുമ്പോ റാമിനെ വിളിക്കട്ടെ കാശ് അവന്റെ കാണാം. ലീന ഹലോ കാശിന് വേണ്ടി ആ അതെ കുട്ടി നിങ്ങൾക്ക് എന്റെ നിന്റെ ഉണ്ടോടി 30 CR ആ 30 CR ഉണ്ട്. അതും കൂടെ ആകെ ആ ഇല്ല റാമിന്റെ അടുത്ത് ചോദിച്ചോ. അളേ നീകാ ഓ അളിയ ചന്ദ്ര പറ അളേ 35 CR അങ്ങോട്ട് അക്കൗണ്ടിൽ ഇട്ട പെട്ടെന്ന് അളിയ 35 CR സൂര്യ അങ്ങ് അയച്ചു കൊടുക്കും സൂര്യ അളിയ എത്ര പൂജ ഉണ്ടല്ലേ 35 CR இல்ல மணிலாம் இல்ல பழைய போல നീ അല്ലേ സിറ്റിയിലെ സൂര്യ പണക്കുട്ടിയാണെന്ന് അപ്പക്ക് മണി കൊറ സൂര്യ அல்ல வேறனா அந்த கார் வேணும் അളിയ 9-0 அதான் அம்மா 9-0 അളിയന്റെ ബാങ്കിൽ 2-2-3-1-2-2-5 അത്ര ഉണ്ട്. എത്ര അക്കൗണ്ട് എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് ആ നോക്കാം. പോട്ടെ പോട്ടെ 1 2 3 4 5 6 7 7 ഡിജിറ്റ് ഉണ്ടല്ലോ. പിന്നെ കയ്യില് 1 2 3 4 5 6 7 8 9 ഡിജിറ്റ് ഉണ്ട്. സാറേ ഒരു 30 CR കടന്നരാണോ 35 CR 8 ഡിജിറ്റ് ഞാൻ കണ്ണാപ്പിക്ക് ഒരു വണ്ടി ചെയ്ത് കൊടുത്തിട്ടായിരുന്നു കണ്ടത്. കണ്ടില്ല ചന്ദ്രൻ 30 CR അളിയ എന്നിൽ 90 CR വണ്ടി ഉണ്ട് വിറ്റാലോ. ഹലോ ഓൾഡ് ഡാഡി ഹലോ ആ എന്റെ പൈസ അവിടെ ഏത് പൈസ ആരടാ നീ എന്റെ പൈസ നിന്റെ പൈസ അരി പോടാ ഫോണം വെച്ചിട്ട് அப்பா ஏதோ கார் சொல்லிச்சிட்டு தட்டமா നിന്റെ പോടാ എന്റെ കൈവാക്കി മാറി പോടാ. ഇത് കെവിന്റെ അച്ഛൻ അച്ഛനെ 1.3 എടുക്കില്ല കേട്ടോ കാരണം കാശ് അത്ര ഇല്ല അത് 1.3 എടുക്കാനാ ഇല്ല. ഇല്ലേ ഞങ്ങൾ സേവ് ചെയ്ത് വെച്ചേക്കാം. നിനക്ക് ആവശ്യമുള്ളപ്പോ ആവശ്യമുള്ളപ്പോ നമ്മള് എന്നാ അങ്ങനെ നമ്പർ തന്നെ ഞാൻ നമ്പർ ഇട്ടേക്കാം. CR ഇവർക്കാണോ അളിയ കൊടുക്കണ്ടേ അല്ലേ 30? എത്ര അല്ല വേണ്ട കാശൊന്നും വേണ്ട നമുക്ക് കാശിന്റെ ആവശ്യമൊന്നുമില്ല. എത്രയാ ബ്രോ ചന്ദ്ര 105 100 എത്ര 205 CR 105 കോടി 105 കോടി 35 105 அப்பா விசுக்கு ഓണാക്കോ காசு கொடுப்பா ഫോൺ அப்பா ഓണാക്കോ விசுக்கு காசு தாப்பா ഫോൺ മാറിപ്പോടാ ഫോൺ എടുക്കാവോ ആ ഫോൺ എടുക്കാം ഫോൺ അളിയ അപ്പൊ മാമ വരങ്ങ അയച്ചിട്ടുണ്ടേ. എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ വിളിച്ചാൽ മതി. ഞങ്ങളുടെ ഉണ്ടാവും. ബാക്കി എന്തെങ്കിലും ആവശ്യം വരുമ്പോഴേ വിളിച്ചാൽ മതി. സൂര്യ നമ്പർ ആ ഓക്കെ വന്നില്ലേ വന്നു ഞാൻ അയച്ചായിരുന്നു. ആ ഓക്കെ ഞാൻ വിളിച്ചോ ഓക്കെ ശരി ഓക്കെ ഓക്കെ ബ്രോ എത്രയാ ബ്രോ ഹലോ ഓക്കെ ഹലോ പറഞ്ഞോ. ചോദിച്ചു അല്ലേനെ പറഞ്ഞോ. 115 കോടി ഉണ്ടാ കേക്കല്ല ഇങ്ങോട്ട് വരാമോ 15 30 ഇല്ലായിരുന്നു അത്. ഇല്ല 105 105 ഉള്ളൂ. 10 കമ്മീഷൻ 105 CR നമ്മളൊരു 50 ഗണ്ണ് തന്നാ മതിയാ നല്ല കറുത്തുള്ള ഗണ്ണ്. വേണ്ട അടിച്ചാവണെന്ന് പറഞ്ഞു ഞാൻ നോക്കട്ടെ. அம்மா போலாமா സ്കൂളില് കുറച്ചേരം ഇരുന്നിട്ട് ഗ്രൈൻഡ് ചെയ്താൽ അത്രയും പറഞ്ഞു. 35 CR ബ്ലാക്ക് ഒക്കെ എടുത്ത് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ഉപകാരമാണ്. இப்ப எதுக்குப்பா அவ்வளவு black money மேடிச்சு வச்சிருக்க ഞാൻ നിന്റെ അടുത്ത് എല്ലാം പറയണം ഞാൻ നിനക്ക് എഴുതി തരടാ ഒപ്പിട്ട്. இல்லப்பா உனக்கு വെള്ളപ്പത്രത്തില് ஹெல்ப் செய்ய முடியுமா നോക്കறேன்ப்பா നിനക്ക് അവരെ പോലെ മുങ്ങിത്തപ്പാൻ പൊക്കൂടാ ഇങ്ങനെ ചുമ്മാ തിന്നുക അപ്പിടുക നടക്കുക തിന്നുക വീണ്ടും അതെ ആവശ്യമില്ലാതെ പറഞ്ഞല്ലോ. ആ പിന്നെ സൂര്യ പാവം പയ്യൻ അഴുക്ക ചെറുക്കൻ அப்பா നമ്മളോട് ഇടക്ക് നമ്മളോട് വരാറുണ്ട് കസ്റ്റംസിൽ. തന്നെയല്ലേ அம்மாக்கு எனக்கு ஏதாவது பிரச்சனைப்பா உன்கிட்ட தனியா பேசணும்பா തന്നെ പേസ പൈസ നാളെ എത്തിച്ചേക്കാം. നീ തനി സംസാരിക്കണം വാ നീ തനി സംസാരിച്ചിട്ടോ നീ വാ താനേ സംസാരിക്കണം.
ആ ആ വാ 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 വാ. ആവശ്യമാണെങ്കിൽ പറഞ്ഞാൽ മതിയെ. ആ പറയാം ഓക്കെ ഓക്കെ. ഞാനും വിളിക്കാവേ, എനിക്ക് ആവശ്യം വരും. ബ്രോ ബ്രോ ഒരു 1.2 തരുമോ? ഒരു 1.2 തരുമോ? എന്താന്നാ? ഇല്ല, ആദ്യത്തെ ഡീലല്ലേ? ഗ്രൈൻഡ് ചെയ്യാനാണെങ്കിൽ കുഴപ്പമില്ല. അല്ല ഞാൻ ഫസ്റ്റ് കാശ് ഒറ്റക്കായിരുന്നെങ്കിൽ ഞാൻ തന്നാ തന്നാലേ. തരുമോ? നിങ്ങൾ കസ്റ്റംസ് ഉള്ളതാണോ? ഒറ്റക്കല്ല, കുറച്ച് നിങ്ങള് customs ആണോ? നീയേ ചന്ദ്രന്റെ മുന്നിൽ വെച്ച് തന്നെ ചന്ദ്രനെ വെല്ലുവിളിക്കല്ലേ ലീന? കാശൊക്കെ ഞാൻ ഭാര്യ എറിയും കേട്ടാ. ബ്രോ എന്റെ ഒരു വണ്ടി നിങ്ങൾ ചുണ്ടുണ്ടെങ്കിൽ നീ കൊടുത്തു നോക്ക്. നിന്റെ 115 കോടി ഉണ്ടെങ്കിൽ നീ കൊടു കാണട്ടെ. കസ്റ്റംസ് വണ്ടി പണിയുന്ന ആൾക്കാരല്ലേ? അത് കൊടുറി നമ്പർ തരാമോ? അല്ലേ? നീ ഉണ്ടെങ്കിൽ കൊടു. ഞാൻ എന്റെ നോക്കട്ടെ. നമ്പറാ. നമ്പർ. 7373 ആണ്. ഇന്ന് വിളിച്ചാൽ കിട്ടൂലേ, നാളെ വിളിച്ചാലേ കിട്ടൂ. ആ കാരണം ഇവളുടെ അച്ഛന് വട്ടച്ചൊറിയുടെ ഓപ്പറേഷൻ ആണെന്ന്. അപ്പൊ അതിന് പോവാ അവള്. 70 വന്നിട്ടെ കൃഷ്ണൻകുട്ടിന്ന് വെച്ചാൽ മതി. അപ്പൊ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വരാൻ ഫസ്റ്റ് പറഞ്ഞ ആൾക്ക് തന്നെ തരണേ. ബ്ലാക്ക് മണി കുറച്ച് ആവശ്യമുണ്ട്. ഞാൻ ചിലപ്പോ 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കും കേട്ടോ. കാരണം നമ്മുടെ കയ്യില് കാശ് വരും. നിങ്ങളുടെ കാശുണ്ടല്ലോ. ഹലോ ഞാൻ ചിലപ്പോ 1 മിനിറ്റ് കഴിഞ്ഞ് എടാ, വിളിക്കാം. പൈല എവിടെ ഇരിക്കണ്? ഡേ അളിയാ, ഞാൻ ഇവിടെ ആശുപത്രിയില്ലേ? എവിടെ ആശുപത്രിയില്ല, നീ അവിടെ നില്ല, ഞാൻ അങ്ങോട്ട് വരണം. തന്നെ? ഇങ്ങോട്ടാ പൊളന്നുവാ. ദാ വരണം. ആ മുച്ചപ്പെട്ടാലോ ഒരു മിനിറ്റ് ആയ ബ്രെയിന്റെ 35 അല്ലേ? അളിയാ 115. ഓളിയാ ചന്ദ്ര പറ. എവിടെ ഷോഫ് ഞാൻ 115 കാണട്ടെ അല്ല കോട്ട് 115 ദേ എന്റെ അളിയെ ബെല്ലാരാന്തേ വരണം കാശ് കൊണ്ട് കേട്ടാടി. അവ ഇവിടെ എത്തേണ്ട താമസം. അവ ഇവിടെ കാല് കുത്തി സെറ്റിലാക്കും. അവളുടെ അളിയൊന്ന് വന്നോട്ട് ഇന്ന് വെയിറ്റ് ചെയ്ത്. ബെല്ലാരി രായ തന്തൂരി നിന്റെ അച്ഛന്റെ എല്ലൂരി. മച്ചാനെ ഒരു നമ്പർ ഇല്ലടാ. എന്റെ മച്ചാനെ നിന്തിരി മാറത്ത് അണയെ ഉരിയാ അച്ഛന്റെ കൈവാക്കിന്ന് മാറിയില്ലേ? ഞാൻ കറക്കി അടിച്ചു കളയും. വണ്ടിയല്ലേ എന്റെ ബ്ലാക്ക് മണി വാങ്ങിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വണ്ടി ഇത് ആ തെങ്ങിന്റെ വണ്ടി അല്ല അത് ഞാൻ എടുത്തു. മച്ചാനെ ഏ മച്ചാനെ അളിയ ഞാൻ ഡ്രസ് മാറിട്ട് കിടന്ന് തൊല്ലയാണ്. അളിയാ ഞാനാണ് കോലിടത്, നീ മാറ്റണ്ട. നീ അവിടെ നില്ല്. പിന്നെ ഇവിടെ ആര് പറയാ ഇവിടെ അത്ര ഉള്ളു കാണണല്ലോ. അവൻ ചിരിക്കണം നമ്മൾ നോക്കി ആ തെണ്ടി ചെറുക്കൻ. ബ്രോ പോലെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ബ്രോ ഒന്ന് വെയിറ്റ് ചെയ്യണം. പയ്യെ പോരും. അതെ ഈ ഒരു കാര്യം ചെയ്യും. ഞാൻ ബ്ലാക്ക് മണി വാങ്ങിച്ചിട്ട് നീക പറ അളിയാ കഴിഞ്ഞ ഏ വീഡിയോ കാണിച്ചു കൊടുക്കും നിനക്ക്. ഒറ്റ പെണ്ണായിട്ടൊന്നും சொல்லிയില്ലേ തന്നെ? അളിയൊന്ന് വന്നാ അളിയൊന്ന് അളി രായ വന്നാണ്. ബ്രോ മറ്റേ പയ്യനെ വിളിച്ചോണ്ടിരും. അളി രായ 70 80 90 100 അളിയ ഒരു 45 കോടി കുറവുണ്ട് അളിയ. അളിയ ഒരു 45 കോടി കൊടുത്ത അളിയ. കൊടണ്ണ കാണിച്ചു കൊടണ്ണ നമ്മളെ പവർ കാണിച്ചു ജട്ടി വാങ്ങിയപ്പോലെ പൈസ ഇല്ലാതെ ഇരിക്കുന്നത് ഇവിടെ. അപ്പോഴാണ് അവൻ 100-400 കോടി കൊടുക്കാനാണ്. ചന്ദ്ര ഓൾറെഡി എന്റെ പൈസ കൂടെ തന്നെ 40 കോടി കൊടുക്കാൻ എന്റെ നീ പിന്നെ എന്ത് മൈരിനാണോ? ഞാൻ വന്നത്. ഒരു കാര്യം പറഞ്ഞോട്ടെ. ഹലോ ബ്രാവോ ഒരു 200 കോടി സ്പോൺസർ ഞാൻ വന്നത് നീ ഒരു ദത്തെടുത്ത പുത്രണ്ടല്ലോ, ദത്തെടുത്ത പുത്രൻ, അവന്റെ നീ 100 കോടി വാങ്ങിച്ച് അത് തിരിച്ചു വയ്ക്കാനാണ് നമ്മൾ വന്നത്. നമുക്ക് തിരിച്ചു വേണം പൈസ. ചെറുക്കന്റെ പൈസ തിരിച്ചു കൊടുക്കും. നിന്റെ പരിപാടി ഇതാണല്ലേ മൊത്തത്തില്. ഇതാരാ എടാ നീ അവന്റെ തന്ത അല്ലെങ്കിൽ ആ 100 വാങ്ങിച്ച 100 കോടി ഇടിച്ച് പല്ല് കിടക്കുന്നുണ്ട് ഏട്ടാ. നീ ആരെന്നറിയോടാ? ഞാൻ ആരെന്നറിയോടാ? പുറത്തേക്ക് ഇറങ്ങുമ്പോ പ്രൂഫുണ്ടാ? എന്ത് പ്രൂഫ്? സ്റ്റേറ്റ്മെന്റ് ആ കാണിക്ക് നോക്കട്ടെ. സ്റ്റേറ്റ്മെന്റ് കാണണല്ലോ. നമ്മളതാ കളി.
ആ ഫോണൊക്കെ വാങ്ങിച്ചാൽ തല്ലി പൊടിച്ചു കളഞ്ഞാലോ ചന്ദ്ര, പിന്നെ സ്റ്റേമിൽ ഒന്നും കാണില്ല. ചന്ദ്ര ഇതില് ഇവനാണ് നിന്റെ കൊച്ചി, അതാ സൂര്യബോസാണ് നിന്റെ കൊച്ചു. സൂര്യബോസ് ആണെങ്കിൽ നിനക്ക് ഒരു 200, സൂര്യബോസ് ആണെങ്കിൽ 200 കോടി തരണം. സൂര്യബോസ് മനസ്സിലായോ? നിന്റെ കൊച്ചായിട്ട് ഞാൻ അംഗീകരിക്കുന്നു. യവനിപ്പോ പണ്ടത്തെ പോലെ അല്ലല്ലേ, ഒരു കാശിന് ഗുണമില്ല ഇവനെ കൊണ്ട്, ഈ സൂര്യ കൊണ്ട് ആണല്ലേ? ഒരു കാശിന്. ഇങ്ങനെ നടന്നു മാട്ടാടാ, നീ ഇങ്ങനെ നടന്നു. എല്ലാരും ഇങ്ങനെ വന്ന് ചന്ദ്രനെ കൊച്ചിനെ പറയല്ലേ, കൊച്ചിനെ പറയല്ലേ. ഇവന് മലയാളം പഠിച്ചേ യെല്ലോ പേജില് നമ്പർ ഡ്രോപ്പ് ചെയ്തിട്ട് മോനെ 100 കോടി പോയടാ നോക്കാം കേട്ടോ. അമ്മ പറഞ്ഞ 4 ദിവസം അച്ഛനില്ലാത്തവനൊക്കെ അച്ഛനായിട്ട് അഭിനയിച്ചു ചന്ദ്രൻ. അതിന് 100 കോടി. 13 കാറല്ല ഉങ്ക കയ്യില് എന്നത് கார்ல இன்வெஸ்ட் செய்து வச்சிருக்கேன். இப்ப வேணும்னா சேல் பண்ணி தரோம். சேல் பண்ண முடியுமா இங்க? ஜிஆர் இருக்கு. പറ. 150 CR തരാം. അറിയാം. 150 CR തരാം. അലീന ആ കാശ് അവന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കണം അലീന. ഞാൻ കൊടുക്കുന്നില്ല, അത് ചന്ദ്രൻ തന്നെ അത് കൊടുക്കണം. കാശ് വാങ്ങിച്ചു വെച്ചിട്ട് പിന്നെ വല്ല എച്ചിത്തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവന് തന്നെ കൊടുക്കണം. ഉറപ്പല്ലേ? എന്തറിഞ്ഞിട്ടാണ് ഈ കിടന്നു. ഹലോ, ഒരു ഞാൻ സംസാരിച്ചില്ല, ഒരു മിനിറ്റ്. ഹലോ, നീ ക്യാരക്ടർ ഉണ്ട് ഇതിന്റെ. ഇനി നിനക്ക് ഓർമ്മ അല്ലെ, കുറച്ച് 100 കോടി ചോദിച്ചില്ലേ അതിനോട്? ഇനി ഇങ്ങനെ ഒരാളില്ല. നീ ഇവിടെ എന്റെ മോന്റെ ക്യാരക്ടർ ഉണ്ട്. കത്തിക്കല എന്തിന്റെ കത്തിക്കാൻ പോയ ഞാൻ ഇങ്ങനെ കാണാൻ ചെയ്യണ്ട. നീ ഒന്നല്ല, നീ എന്റെ കാട്ടിൽ മൂത്തല്ലേ? ഞാൻ ആരി പൈസ അങ്ങ് തിരിച്ചു കൊടുത്തിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ കുറച്ച് പ്ലാനൊക്കെ ഉണ്ട് ബിസിനസിന്റെ. ഹലോ, എടാ 100 കോടി ഉങ്ക അപ്പാരെന്ന് വാങ്ങിച്ചിട്ട് ആ 100 കോടി തിരിച്ചു കൊടുത്താൽ അഡോപ്ഷനോടെ ക്ലോസ് ആകും. നീ പെട്ടെന്ന് റിവായിട്ട് വാ, ഞാൻ അങ്ങോട്ട് വിടാം. പെട്ടെന്ന് റിവായിട്ട് വാ, സംസാരിക്കണ്ട്. നിന്നെ ഇങ്ങനെ ആഴ്ച ഉറക്കുമല്ലോ നിന്നെ. ആര് എടുത്ത് അത് പൊക്കണേന് ഇങ്ങനെ പൊക്കണേന് 2 ഷെയർ എടുക്കും. അതെ, ഇവിടെ ഓസിനൊന്നും നിന്നെ ആരും പൊക്കൂല കേട്ടാടാ. ഇത് നിന്റെ കുഞ്ഞമ്മേരെ ഹോസ്പിറ്റലല്ലേ ഇത്? നീ ഒരു തന്തില്ലാത്തവനായിരുന്നു. നിനക്ക് 2 ദിവസം നിനക്ക് തന്തനെ കിട്ടി ഇല്ലേ? അതും 60-ലെ ബെസ്റ്റ് തന്ത. അതും നല്ല 916. അവന്റെ വായ ഇടിച്ച് കീറിഞ്ഞ പട്ടി വണ്ടിയിൽ അങ്ങോട്ട് നിന്റെ തീട്ട മുടിയും വെച്ചോണ്ട് അവൻ എന്റെ അടുത്ത് അവന്റെ ഹെലികോപ്റ്റർ അരി ഇവനെ വലിച്ചു കയറ്റി. ഈ പിഴച്ച പട്ടി സൈക്കിളും ഇല്ലാത്തവൻ വലിച്ചു കയറ്റവനെ. ഹെലികോപ്റ്റർ കാണുന്നേ ഇത് എന്തിന് പറ ഹോട്ട്വെയറുടെ ഇത്? എടാ നിന്റെ പോരാ ഹെലികോപ്റ്റർ എടുത്തോണ്ട്. എന്ത് ഹോട്ട്വെയർ പറ്റൂല, ഭയങ്കര പാടാ ഹോട്ട്വെയർ. ഇങ്ങനത്തെ പരച്ച സാധനമൊക്കെ കൊണ്ടുവരണം. ഈ വാങ്ങിച്ചോ അല്ലെങ്കിൽ നടക്കൂല. ഞാൻ ഇവരെ കൂടെ വരാം, നീ വാ. അരിയോ അരി കുടിക്കുക വല്ലം താ, നമ്മളെ കിട്ടും. ഏതാ? എടാ ഇങ്ങോട്ടോ എവിടെ സാവി? അവിടെ സാവി എന്റെ കിട്ടില്ലല്ലോ. പറയുന്നുണ്ടോ? വേണ്ട, അവന്റെ എലി എടുക്കാൻ
നിന്റെ ഹെലികോപ്റ്റർ ഒന്നും എനിക്ക് വേണ്ട. ഒന്ന് പോടാ. നമ്മളെ ഹെലികോപ്റ്റർ ലോക്ക് മാറില്ല. ഈ അഴുക്ക് ഹെലി പോവാൻ വാ. അവന്റെ വണ്ടി കയറി പോവാൻ വാടേ. സോറി മാട് മറിപ്പി ബ്രോ സോറി. തോറടേ തോറടേ. ചെറുക്കൻ വണ്ടി പറ. കേറിയടി കേറിയടി. നിങ്ങൾക്ക് എത്ര PL എത്ര കാണിക്കുന്നത്? നമുക്ക് 40. നീ കേറ്. തോളത്ത് കയറി ഫീഡ്ബാക്ക് 2 അടിച്ചു കയറപ്പോ. ഇത് കട വാടകയ്ക്കെടുത്തായിരിക്കല്ലേ? കണ്ണറിഞ്ഞോട് കളിയാ ലോക്കൽ ഹെലികോപ്റ്റർ. വാടകയ്ക്ക് ഇങ്ങനെ ഹെലികോപ്റ്റർ ഒന്നും നടക്കല്ലേടേ കേട്ടടേ. അലീന വാടാ. നിന്റെ കാശിന്ന് വലിച്ചിന്റെ മോന്തക്ക് എറിഞ്ഞെറിഞ്ഞ് ഇത് നമ്മളിവിടെ നിലത്തിട്ട് നീ പിറക്കി എടുത്തോളാം. ഞാനേ ഓരോ രൂപയുടെ ഇട്ടിട്ട് പോകും ഇങ്ങനെ മുതുക്കോരെ. ബാങ്ക് അവധിയാണല്ലോ. വേണമെങ്കിൽ എടുത്താൽ മതി. എടുത്തില്ലെങ്കിൽ എന്റെ കുറ്റമല്ല. ഹലോ കൺഗ്രാറ്റുലേഷൻസ്. ഹലോ ഹലോ എവിടാ ഞാൻ ഇവിടെ ഉണ്ട് 8073 വളരെ കാശ് കൊണ്ട് ആളെ പോരെ. അലീനടയില്ല ഇപ്പൊ. വെറുതെ അല്ല അപ്പഴേ പറഞ്ഞല്ലേ വാങ്ങിക്കണോ. വെയിറ്റ് ചെക്കന്റെ കാര്യം. എടാ നിന്റെ ഹെലികോപ്റ്റർ സൈഡിലേക്ക് പാർക്ക് ചെയ്തേ. റോഡിൽ പറയതേ ഇങ്ങനെ. ഇത് வேற வழி இல்ல வண்டி நான் தான் அன்லாக் பண்ணப்பட்டு അവിടെ നിന്ന് നീ എന്തിനു വരണ ഇങ്ങനെ വലിഞ്ഞു കയറി? ഞങ്ങൾ സംസാരിക്കും കുടുംബക്കാരെന്ന്. അല്ലീന വാ. 100 കോടി ഉറപ്പ്. എന്റെ 70 ഉണ്ട്. ഒരു 30 ഇങ്ങോട്ട് ഇട്ടാണ്. നിന്റെ എത്ര വാങ്ങിയ ഞാൻ 100 കോടി 70 സിയാറിലടാ. അല്ലല്ല 100 കോടി. നീ ചന്ദ്രനെ പറ്റിക്കാൻ നോക്കല്ലേ ഓർമ്മയില്ലെന്ന് പറഞ്ഞ്. ശരിക്കും നിനക്ക് ശരിക്കും അച്ഛനുണ്ടെങ്കിൽ എന്നാ നീ സത്യം പറയുന്നേ. എനിക്ക് അച്ഛനില്ല. പിന്നെ ദിവ്യഗർഭ സംഭവിച്ചുണ്ടായല്ലോ നീ. നീ ഓർഫണേജല്ലേ വന്ന നീ? ഞാൻ ഓർഫണേജ് വന്ന. പക്ഷെ എത്തിക്സ് വന്നടാ. എത്ര രൂപ വാങ്ങി സത്യം പറടാ. പിന്നല്ലേ 100 കോടി. കറക്റ്റ് പറടാ. എന്താ 100 കോടി. നിന്നെ ഇവിടെ കൊന്നറിഞ്ഞാലും ഇവിടെ ഒരു പട്ടിയും ചോദിക്കും എന്റെ അടുത്ത്. നിന്റെ ഓർമ്മ പോയി. കാശ് വേണമെങ്കിൽ ഉള്ള സത്യം പറടാ എത്രയാന്ന്. 100 കോടി 30 കോടി കയ്യിലും. ഇവിടെ വാടാ. 20 കോടി ബാങ്കിലും. ഇവിടെ വാടാ. 30 കോടി 30 കോടി കൈ കൊടുക്കാൻ പറ്റൂലല്ലോ മോനെ. പറ്റുമല്ലോ. ഇല്ലല്ലോ മോനെ. ഇല്ല കൊടുക്കല്ലേ. അലീന കൊടുക്കല്ലേ. 70 കോടി തരും. അതുകൊണ്ട് പൊക്കോണം കേട്ടല്ലേ. 70 കോടി കിട്ടിയാലേ ഭാഗ്യം. അതുകൊണ്ട് വിട്ടോ. അല്ലെ കൊടുത്തേ 70 കോടി വേണോ? എന്നാ അങ്ങോട്ടാ ചന്ദ്ര. നീ എക്കല്ലേ എക്കോടി. വേണ്ട സൂര്യ അടിക്കുക. സൂര്യ കൈ വെക്കണ്ടവനെ കൊച്ചെറുക്കെ ഒന്നാ. 70 കോടി കിട്ടി. അപ്പൊ ഇനി നിന്റെ തന്തയെ പറ്റിയെന്നും ഇവ തന്തയാണെന്ന് പറ്റിയെന്നും നാട്ടുകാരത്ത് പറഞ്ഞോണ്ടല്ലേ. ഓൾ സെറ്റിൽമെന്റ് നടത്തിയിട്ടുണ്ട്. ഡിവോഴ്സ് ഹെലികോപ്റ്റർ നിന്റെ ചോറക്കതുകൊണ്ടല്ലോ നിന്നെ ഞാൻ അമിട്ടിട്ട് വായിച്ചു പൊട്ടിക്കിഞ്ഞ്. അപ്പൊ ശരിയായ മാമാണ് ചന്ദ്രന്റെ ശരിയായ മകൻ ആരാണെന്ന്. ഹെൽമെറ്റ് ഉറ. നീ ഹെൽമെറ്റ് ചടക്ക. നീ പൈലറ്റാ ഉറ ഹെൽമെറ്റ്. സൂര്യ ബോസ് പറടാ. ഡീൽ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കേ പോ വീട്ടിൽ പോ. അതൊരു ലോക്കാണ്. അത് ലോക്കാണ്. അത് ക്ലിയർ ചെയ്തിട്ട് പോവാ. ഇല്ലെങ്കിൽ അതൊരു ലോക്കാണ്. ഡേയ് എല്ലാം കഴിഞ്ഞ്. ഇനി 40 സിയറും അരിയൊന്നും ഇല്ല കേട്ടാ. 30 ഒന്നും ഇല്ല. എടാ അവന്റെ വല്ല സൈന്യം വെച്ച് പോ. കയ്യിലാണ് കൊടുത്തേക്കണേ. ഹെലികോപ്റ്റർ ഒരു മിനിറ്റ് പോല് അളിയാ. നീ ഇവിടെ ഇല്ലേ?
രാമച്ച അവിടെ നില്ല്, ഞാൻ ഒരു ഫോട്ടോ എടുക്കട്ടെ. ആ എന്നിട്ട് ഷേക്കൻഡ് കൂട്, അതായത് നിങ്ങളെ ഡീല് കഴിഞ്ഞെന്ന്. അളിയ ഒരു മിനിറ്റ്, അത് അതൊക്കെ വേണം ഒരു മിനിറ്റ്. ഇല്ലെങ്കിൽ ഇവനെ അളിയ സത്യം എന്റെ സാധനം ഉണ്ട്, ഇരിപ്പുണ്ട്. വിറ്റിടെ ഒരു മിനിറ്റ്. എന്താ ക്യാഷ് ബാഗ് എത്തി എന്താ ഒരു മിനിറ്റ്. ഹായ് നല്ല ജ്യൂസ് നല്ല ടേസ്റ്റ് ഉണ്ട്. ആ അമ്മ ഇത് കവർ பண்ணு. ഒരു ചെറിയ ആണോ? ശരി. ആ ഇത് കവർ பண்ணிக்கோங்க. എടുത്തില്ലേ? കിട്ടില്ലേ? സാധനം കിട്ടില്ലേ? കാശ് കൊടുത്തിട്ടുണ്ട്. ഇനി കാശുമില്ല, അരി കൊടുക്കുകയില്ല, എല്ലാ ബന്ധവും ഇവിടെ തീർന്നേ. അല്ലല്ലോ 30 കോടി പിന്നെ തന്നോ? നിന്റെ സ്വഭാവം പറ്റിക്കല്ലേ കേട്ടല്ലേ? നിനക്ക് കാശു തീർന്ന് ഇവിടെ 70 കോടി നിനക്ക് തന്നിട്ടുള്ള ആ തിരിച്ചു തന്നിട്ടുണ്ട് അതുപോലെ കേട്ടാ. ഓക്കേ ഓൾറെഡി ടാറ്റാ. എടാ ഒരു മിനിറ്റ്, പിന്നെ എന്റെ കടയില് മൊത്തം എടുത്ത് മാറ്റണം. എടേ വണ്ടി എടുത്താ. അതിന് കടയിൽ എനിക്ക് ആക്സസ് ഒന്നും ഇല്ല, പേടിക്കാൻ. ആ നിനക്ക് ഫുൾ നിനക്ക് ആക്സസ് ഒക്കെ ഉണ്ട്. ഇല്ല, പോയി നോക്ക്. വേറെ ആരോ റിമൂവ് ആക്കിയാണ്. നീക്കൊന്ന് വരും നീക്ക ആരാടെ? ഞാനോ? ഒരു തള്ളക്ക് അഡ്മിനാണേ, ബാൻ ഇട്ടു. ഹലോ അഡ്മിൻ പറയൂ.